അമ്മയെ മൂകാംബിക പോകാനൊന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മീനമാസത്തിൽ നടക്കുന്ന രഥോത്സവം നാളെ മുതൽ 14-ാം തീയതി വരെ, അതായത് മാർച്ച് 5 മുതൽ 14-ാം തീയതി വരെ മൂകാംബികയിൽ നടക്കുകയാണ്. ബ്രഹ്മരഥോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മജന്മാന്തര പാപങ്ങളെല്ലാം അമ്മയുടെ രഥോത്സവം കണ്ടു തൊഴുന്നതിലൂടെ നമുക്ക് മുക്തി കിട്ടും എന്നാണ് വിശ്വാസം. മൂകാംബികയിലെ വാർഷികോത്സവം, അതായത് രഥോത്സവ ദിനത്തിൽ 7ാം ഉത്സവമാണ് ബ്രഹ്മരഥോത്സവമായിട്ട് കണക്കാക്കുന്നത്. അലങ്കരിച്ച വലിയ രഥത്തിൽ ദേവി എഴുന്നള്ളിക്കുന്നത് കാണാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. അന്നേ ദിവസം ചണ്ഡികാഹോമം, നവദുർഗാലങ്കാരം എന്നിവയും രഥോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. മൂകാംബിക രഥോത്സവത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീനമാസത്തിൽ ചതുർത്ഥി, പഞ്ചമി തിഥികളിലാണ് പ്രധാന രഥോത്സവം, അതായത് ബ്രഹ്മരഥോത്സവം നടക്കുന്നത്. വസന്ത നവരാത്രിയോടനുബന്ധിച്ചാണ് ഈ ഉത്സവം നടക്കുന്നത്. 10 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ 8ാം ദിവസം, ചില വർഷങ്ങളിൽ 7ാം ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് രഥോത്സവം. പുഷ്പാലങ്കൃതമായ വലിയ രഥത്തിൽ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത്. മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രഥോത്സവത്തിന് ശേഷം പമ്പാസ്നാനമുണ്ട്, കപ്പളോട് എന്ന് പറയുന്നുണ്ട്, അത് ഓക്കുളി എന്നും അറിയപ്പെടുന്നുണ്ട്, തുടങ്ങിയ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്.